ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് ഹലോ മമ്മി എന്ന് പറഞ്ഞ മൂവി കാണാനാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ സിനിമ ഇറങ്ങിയിട്ട് തന്നെ 1-2 ആഴ്ചയായി. പിന്നെ നമ്മൾ വേറൊരു മൂവി ഇല്ലാത്തതുകൊണ്ടാണ് ഈ മൂവി കാണാൻ വന്നിരിക്കുന്നത്. എല്ലാവരും കണ്ടവരെല്ലാവരും പറഞ്ഞത് ഒരു ഹൊറർ പ്ലസ് ഒരു കോമഡി മൂവിയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും അല്ല ബാക്കിയുള്ള സിനിമ കൊണ്ട് ക്ഷീണിച്ചിരിക്കുകയല്ലേ, അപ്പോൾ ഇനി ഒരു കോമഡി പടം കൂടെ കണ്ട് നമുക്ക് രസിക്കാൻ വിചാരിച്ച് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൺലൈൻ വഴിയല്ല ബുക്ക് ചെയ്തിരിക്കുന്നത്, ഞാൻ ലൈവ് ബുക്കിങ്ങാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ AS Plus വന്നിട്ട് തന്നെ ഞാൻ ലൈവ് ബുക്കിങ്ങാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് തിയേറ്ററിൻ്റെ അകത്ത് കയറിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. നമ്മളിന്ന് OD6 കേട്ടോ ഷോ കാണാൻ വന്നിരിക്കുന്നത്. OD6 ബാക്കി മുമ്പത്തുള്ള വീഡിയോസിലെല്ലാം ഞാൻ OD1, 2, 5 ഒക്കെ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇന്ന് ഞാൻ OD6 കൂടെ ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് അതിൻ്റെ പ്രൊജക്ഷൻ എങ്ങനെയൊക്കെ എന്നുള്ളത് ഞാൻ കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഞാൻ മറ്റേ രജനീകാന്തിൻ്റെയും മമ്മൂട്ടിൻ്റെയും തളപതി സിനിമയാണ് ഞാൻ വന്നത്. പക്ഷേ 2-3 പേരെ ടിക്കറ്റ് ബുക്ക് കിട്ടുള്ളൂ, അതുകൊണ്ട് ഷോ നടത്തൂല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഹലോ മമ്മി കാണാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിനി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, OD6 എക്സിക്യൂട്ടീവ് സീറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. H8 160 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് OD6 അകത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, നമുക്ക് ഏതാണ്ട് ഒരു 150+ സീറ്റ്സ് വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് ടോട്ടൽ ഒരു 6 to 7 സ്പീക്കേഴ്സ് സറൗണ്ട് സ്പീക്കേഴ്സ് കൊടുക്കുന്നുണ്ട് സൈഡിലൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ 2K പ്രൊജക്ഷനാണ് വരുന്നത്. ഈ AS Plus എല്ലാ സ്ക്രീനും അടിപൊളിയാണ് കേട്ടോ, അല്ലാതെ OD1 മാത്രമല്ല, എല്ലാ സ്ക്രീനും അടിപൊളിയാണ്. അങ്ങനെ കേസ് പടം ഇൻ്റർവെല്ലായിട്ടുണ്ട്. നമുക്ക് ഇൻ്റർവെല്ലിൽ ഒരു ബോറടി ഇല്ല. നമുക്ക് എന്താ പറയുക, ഫസ്റ്റ് ഹാഫ് നല്ല എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്, കോമഡി പ്ലസ് ഒരു ഹൊറർ മൂവിയാണ്. നമുക്ക് ഇതിനകത്ത് ക്യാരക്ടേഴ്സ് പറയുകയാണെങ്കിൽ ഐശ്വര്യലക്ഷ്മിയുടെ ക്യാരക്ടറുണ്ട്. ഐശ്വര്യലക്ഷ്മിയുടെ വൈഫ് ഭർത്താവായിട്ടാണ് നമ്മുടെ ഷറഫുദ്ദീൻ വരുന്നത്. ഇവിടെ രണ്ടുപേരുടെയും കോമ്പോസും കോമഡി ആയാലും നമുക്ക് നല്ല രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നുണ്ട് പടം. അതുപോലെ തന്നെ ജഗദീഷ് ഉണ്ട്, ജോണി ആൻ്റണി ഉണ്ട്. ഇപ്പോൾ ജോണി ആൻ്റണി ഇപ്പോൾ എല്ലാ മിക്ക സിനിമയിലും ഉണ്ട്. അതുപോലെ എന്ത് പറയാം, നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് മൂവി ആയിട്ടാണ് കേട്ടോ. അതേപോലെ തന്നെ ഹൊററിൻ്റെ സീക്വൻസൊക്കെ നല്ല രീതിയിൽ VFX ചെയ്ത് എടുത്തിട്ടുണ്ട്. സത്യം പറയാമല്ലോ, നല്ല രീതിയിൽ VFX ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലാതെ എന്ത് പറയാം, ഒരു കുളമാക്കിയിട്ടില്ലല്ലോ. നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട് VFX ഒക്കെ. നമുക്ക് പ്രേതത്തിൻ്റെ സീൻ, അതുപോലെ തന്നെ എന്ത് പറയുമ്പോൾ വിഷ്വൽസൊക്കെ കാണുമ്പോൾ നല്ല രീതിയിൽ VFX ഒക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ OD6 കാര്യം പറയാനാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമുക്ക് ബാക്കിയുള്ള സ്ക്രീൻ പോലെ അത്ര സീറ്റ് എന്താ പറയുക കുഷൻ ടൈപ്പ് അല്ല, എന്നാലും അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ തന്നെ നമുക്ക് എന്ത് പറയുക സീറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ബാക്കിൽ തന്നെ നമുക്ക് ഗോൾഡ് സെക്ഷൻ വരുന്നുണ്ട്. അത് 250 റുപ്പീസാണ് റേറ്റ് വരുന്നത്. അത് സോഫ സീറ്റാണ്. നമ്മുടെ OD2 കണ്ട അതേ ഗോൾഡ് സീറ്റിൻ്റെ ഒരു തീമാണ് നമുക്ക് ഇവിടെ ഗോൾഡ് സീറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇൻ്റർവെല്ലാണ്ട് നമ്മൾ പോപ്കോണും ഒരു ജ്യൂസും വാങ്ങിച്ച് നമ്മൾ വീണ്ടും തിയേറ്ററിൻ്റെ അകത്തോട്ട് കയറുകയാണ്. നമുക്കിവിടെ OD6-നും 5-നും 4-നും എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഒരു കഫറ്റീരിയ വരുന്നത് ഇവിടെ സൈഡിൽ തന്നെ. ഇനി ഗൈസ്, നമുക്ക് ക്ലൈമാക്സും കൂടെ കണ്ടിട്ട് ബാക്കി കാര്യം പറയാം. ഏതാണ്ട് 2.20 മണിക്കൂറുണ്ട് നമുക്ക് ഈ മൂവി. അപ്പോൾ അത്ര ലെങ്ത്തേ ഉള്ളൂ. അപ്പോൾ എന്ത് പറയാം, ഇത് വലിയതായിട്ട് വരണ്ട, OTT വന്നാലും കാണാവുന്നേ ഉള്ളൂ. അങ്ങനെ ഗൈസ്, പടം ഫുൾ തീർന്നിട്ടുണ്ട്. ഇപ്പോൾ മലയാള സിനിമയുടെ ഒരു പതിവാണല്ലോ, ഇനി പാർട്ട് 2 കൂടെ ഉണ്ട് ഈ സിനിമയുടെ. എന്ത് പറയാം, നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് മൂവിയും കൂടെയാണ് കേട്ടോ. സെക്കൻഡ് ഹാഫ് ചില സീനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഹൊററിൻ്റെ സീനൊക്കെ നമുക്ക് ബാക്കിയുള്ള സിനിമയിൽ നിന്ന് കോപ്പി അടിച്ചെന്ന് പറയാം. അതിപ്പോൾ കോപ്പി അടിച്ചായിട്ട് തോന്നൂല, നല്ലൊരു അത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമ്മൾ ഇരുത്തുന്നുണ്ട് സീറ്റിൽ. അല്ല ബോറടി ഒന്നുമില്ല ഈ സിനിമ കാണാൻ. എന്താ പറയുക, അത്ര തന്നെ ഫസ്റ്റ് ഹാഫ് പോലെ അങ്ങ് എടുത്തെങ്കിൽ കൊള്ളായിരുന്നു. സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോൾ കുറച്ച് സെൻറ്റിമെൻറ്റ് സീനൊക്കെ കാണിച്ച് എന്ത് പറയാം, ഒരു ആവറേജ് മൂവിയാണ്. ഈ സിനിമ OTT വരെ ഇനി 1-2 ആഴ്ചയും കൂടെ എടുക്കുകയുള്ളൂ. അതിൻ്റെ ഉള്ളിൽ തന്നെ തിയേറ്ററിൽ വന്ന് കാണാനുള്ളവർ വന്ന് കാണുക. എന്താ പറയുക, ഞാൻ പറയുന്നത് എന്ത് പറയാം, നല്ലൊരു എൻ്റർടൈൻ മൂവി ആയിരിക്കും. അല്ലാതെ വേസ്റ്റ് ഓഫ് മണി ഒന്നും ആവാൻ ഒരു വഴിയില്ല. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് എന്തുകൊണ്ട് രസിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഈ മൂവിയിലുണ്ട്. അത്രയും ഞാൻ പറയും, ഡീറ്റെയിൽ ആയിട്ടൊന്നും വലിയ കാര്യമൊന്നും പറയുന്നില്ല ഞാൻ. അതുപോലെ തന്നെ ഷറഫുദ്ദീൻ എന്നുള്ള ഒരു ആക്ടർ തെളിയിച്ചിട്ടുണ്ട്. അയാൾക്ക് കോമഡി റോളും പറ്റി, അതുപോലെ തന്നെ സീരിയസ് റോളും അതുപോലെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. ഇതിനകത്ത് നമുക്ക് ബൊഗെയിൻ വില്ലയുടെ ഏത് പറയാം, നമ്മുടെ വരത്തിൻ്റെയൊക്കെ സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ റോൾ ചെയ്ത ഒരാൾക്ക് തന്നെ അതുപോലെ തന്നെ കോമഡി റോളും ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം തെളിയിച്ചിട്ടുണ്ട് ഷറഫുദ്ദീൻ. പിന്നെ ഇതിനകത്ത് കുറേ സസ്പെൻസ് നമുക്ക് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി പാർട്ട് 2 വരുള്ളൂ. പാർട്ട് 2 ഉണ്ടോ എന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. അതിനകത്ത് ഹലോ മമ്മി എന്നുള്ളൊരു പ്രേതം ക്യാരക്ടർ അതിനകത്ത് കാണിച്ചിട്ടില്ല, ആരാന്നുള്ളത് കാണിച്ചിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ബിന്ദു പണിക്കറുണ്ട്. ബിന്ദു പണിക്കർ എന്ന് പറയുമ്പോൾ പ്രയത്നം ഒഴിപ്പിക്കാനൊക്കെ വരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ വലിയ സീരിയസ് റോളൊന്നുമില്ല, നല്ല കോമഡി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അജു വർഗീസും ഉണ്ട് ഈ സിനിമയിൽ. അജു വർഗീസും നല്ല രീതിയിൽ തന്നെ കോമഡിയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ക്ലൈമാക്സിൽ ചില സീനൊക്കെ വരുമ്പോൾ എന്താ പറയുക, ഇവരുടെ പഞ്ച് ഡയലോഗ്, നല്ല കോമഡി സീനൊക്കെ ഡയലോഗൊക്കെ ഇതിനകത്ത് കയറ്റി ആൾക്കാരെ ചിരിപ്പിക്കുന്നുണ്ട്. നമുക്ക് എന്താ പറയുക, നല്ലൊരു ചിരിക്കാൻ പറ്റിയൊരു മൂവി തന്നെയാണ് കേട്ടോ ഇത്.
ഈ പടത്തിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നുമില്ല. ഇതിൻ്റെ സ്റ്റോറിയൊക്കെ നമുക്ക് വേണമെങ്കിൽ കണ്ട് പഴകിയെന്ന് പറയാം. പക്ഷേ അതിൻ്റെ ഒരു എന്ത് പറയാം, ബോറടി നമുക്ക് തോന്നുന്നില്ല ഈ സിനിമ കാണുമ്പോൾ. എന്ത് പറയാം, നമുക്ക് ഫാമിലിയായിട്ടും പിള്ളേരോടെയൊക്കെ വന്ന് നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയും കൂടിയാണ് ഇത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസിൽ എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ മതി, മിക്ക സിനിമയുടെ റിവ്യൂസും ഞാൻ ഏരീസ് ഫ്ലെക്സിൽ തന്നെ വന്ന് എടുത്തിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ബെസ്റ്റ് തിയേറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ ഏരീസ് ഫ്ലെക്സ് ആണെന്ന് ഇവിടെ തിരുവനന്തപുരംകാർ ഫുൾ പറയും. കാരണം അത്രയും മികച്ച സ്ക്രീനൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എല്ലാ ഓഡിയിലും അത്രയും എന്താ പറയുക, ഒരു ക്വാളിറ്റി കുറവില്ലാതെ നല്ല ഹൈ ക്വാളിറ്റിയിലൊക്കെയാണ് ഇവിടുത്തെ എല്ലാ സ്ക്രീൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ OD1 ആണ് ഇവിടുത്തെ ഏറ്റവും പേര് കേട്ട സ്ക്രീനും കൂടെ പറയുന്നതല്ല, OD1 ആണ് ഏറ്റവും വലിയ സ്ക്രീൻ. ഞാൻ അത് കണ്ടാൽ തന്നെ അറിയാം. ഇതിനകത്ത് സിനിമ കണ്ടിട്ടുള്ളവരെല്ലാം എന്താ പറയുക, അവർക്ക് എക്സ്പീരിയൻസ് ചെയ്ത ഒരു അനുഭവം ഉണ്ടായിരിക്കും OD1-ൻ്റെ. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലൈമാക്സിൽ കുറച്ച് പ്രയത്നം ഒഴിപ്പിക്കലും പരിപാടികളൊക്കെ ഉണ്ട്. ആ ഒരു സെക്ഷനിൽ സെറ്റ് ഇട്ടേക്കുന്നത് ഏറ്റവും നല്ല രീതിയിലാണ് സെറ്റ് ഇട്ടുള്ളത്. ഗംഭീരമായിട്ട് തന്നെ നല്ല രീതിയിൽ VFXും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യമേ തന്നെ നല്ല രീതിയിൽ VFX ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെറ്റും ക്ലൈമാക്സിലേക്ക് ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇനി ഞാൻ വരുന്ന വീഡിയോസിലെല്ലാം തന്നെ മാർക്കോയുടെയും ബെറോസിൻ്റെയൊക്കെ മൂവിയുടെ റിവ്യൂ ഞാൻ വന്ന് ഇടുന്നതാണ്. ഏരീസ് ഫ്ലെക്സിൽ തന്നെ മാക്സിമം ഞാൻ വന്ന് കാണാൻ നോക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടെ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്.